നമുക്ക് ഗുരുവായൂരേക്ക് ഒന്ന് പോകണം. ഈ സമയത്താണോ ഗുരുവായൂർ പോവേണ്ടതെന്ന് ചോദിക്കും. അതിനെപ്പോഴെങ്കിലും പോകാമല്ലോ. മഴക്കെടുതിയിലല്ലാത്ത ആളുകൾക്ക് യാത്രയൊക്കെ ചെയ്യാം. അങ്ങനെ പോകുന്നുവെങ്കിൽ ഗുരുവായൂർ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിനായി ദേവസ്വം നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ദർശന സൗകര്യം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ആദ്യഘട്ടം എന്ന നിലയിൽ മണിക്കൂറിൽ 300 ഭക്തർക്കാണ് ഓൺലൈൻ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. ജെയ്സൺ ചാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടു. അങ്ങനെ ഏറ്റവും തിരക്കുള്ള ദർശനത്തിന് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഗുരുവായൂർ ക്ഷേത്രത്തിലും പരീക്ഷണാടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ സംവിധാനം വന്നിരിക്കുന്നു. ഇത് വിജയകരമായാൽ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ഇത് വലിയ ഉപകാരമായി മാറും. സത്യത്തിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. ഈ പരീക്ഷണാടിസ്ഥാനം വിജയിക്കട്ടെ എന്നതാണ് ഇവിടെ എത്തുന്ന ഏവരുടെയും പ്രതീക്ഷയും ആഗ്രഹവും. ഇപ്പോൾ ചെയർമാൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. സത്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും തിരക്കുള്ള ക്ഷേത്രമാണ്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് ദർശനം അത്രയേറെ പ്രയാസമാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അത് ശാശ്വതമായ പരിഹാരമുണ്ടാക്കും. അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ചു നിന്ന് ഈ ഭക്തർക്കുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വെർച്വൽ ക്യൂ സിസ്റ്റം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കുറേ ദിവസത്തെ അധ്വാനവും നിരീക്ഷണങ്ങളും നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ അമ്പലം. ഈ അമ്പലത്തിൽ കൃഷ്ണൻ്റെ മുഖമൊന്ന് കണ്ടു പോകണം എന്നാണ് ഭക്തരുടെ മനസ്സിൻ്റെ അകത്ത് ആഗ്രഹം. അതിന് ഒരു സ്ലോട്ടിൽ 8 സ്ലോട്ടുകളായി ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഒരു സ്ലോട്ടിൽ ഏകദേശം 300-350 ആളുകൾ പങ്കെടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 2400 ആളുകൾ ഇന്ന് ഇതിൽ കടന്നു പോകും. ഈ 2400 ആളുകളൊപ്പം നടന്നു പോയി ഇത് വിജയകരമായി എന്ന് തോന്നിയാൽ മാസത്തിൽ എല്ലാ ദിവസവും ഇത് നടപ്പിലാക്കും. കൊല്ലത്തിൽ എല്ലാ ദിവസവും നടപ്പിലാക്കും. അതോടുകൂടി ഗുരുവായൂരിൻ്റെ ദർശനത്തിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓണാണ് വരാൻ പോകുന്നത്. ഏറ്റവും അധികം ഭക്തർ അവധി ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഏറ്റവും അധികം ഭക്തർ എത്താൻ പോകുന്നത്. ആ സമയത്തേക്ക് മുഴുവൻ ദിവസത്തേക്കുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഇപ്പം തന്നെ ഒരു മാസത്തിലോളം സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓണം മുന്നിൽ വരുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷ ഞങ്ങളുടെ കയ്യിലുണ്ട്. നമ്മൾ അഭൂതപൂർവമായ തിരക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തിരക്കിനെല്ലാം കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഒരാൾ പോലും ഗുരുവായൂരപ്പനെ തൊഴുകാൻ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഏതായാലും ശാശ്വതമായ പരിഹാരം ഉണ്ടാകും ഇവിടെ തിരക്കിന്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാവർക്കും സുഖദർശനം എന്ന വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദേവസ്വത്തിൻ്റെ നടപടിയാണ് വെർച്വൽ ക്യൂ സംവിധാനം. അത് വിജയകരമാകട്ടെ എന്ന് ഭക്തർക്കൊപ്പം നമ്മളും ആശംസിക്കുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഗുരുവായൂരിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജെയ്സൺ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക് നിയന്ത്രിച്ച് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ വെർച്വൽ ക്യൂ സംവിധാനം ആരംഭിച്ചു. ഭക്തർക്ക് സൗകര്യപ്രദമായ കാര്യമാണ്, വളരെ ഉപകാരപ്രദമാണ്. എല്ലാ ദിവസങ്ങളിലും അതാക്കാവുന്നതാണ് എന്ന് പറയുന്നു. നിശ്ചയമായും അതിന് പൂർണ്ണ പിന്തുണ നമ്മളും നൽകുന്നു. എല്ലാ ദിവസവും വെർച്വൽ ക്യൂ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആളുകളെ ഇങ്ങനെ നിന്ന് ഈ മഴയത്തും അതേപോലെ വെയിലത്തും ഒക്കെ നിന്ന് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. കൃത്യസമയത്ത് വരിക, ആ കൃത്യ സ്ലോട്ടിൽ ബുക്ക് ചെയ്ത് ദർശനം നടത്തി തിരിച്ചു പോവുക. എത്ര ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. അതുവരെ അവർക്ക് നടപ്പന്തലിലോ അവിടെ ഊട്ടുപുരയിലോ എവിടെയെന്ന് വെച്ചാൽ അവർക്ക് ഇരിക്കാം. ഇങ്ങനെ വന്നിങ്ങനെ ക്യൂ നിന്ന് ആളുകളിങ്ങനെ മുന്നോട്ട് പോകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞത് ശരിയാണ്. എല്ലാ ദിവസവും അത് നടപ്പിലാക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് സാധിക്കട്ടെ എന്നുള്ളതാണ്. നേരത്തെ വേണ്ടിയിരുന്ന ഒന്നാണ്, ഇപ്പോഴെങ്കിലും ആയത് സൗകര്യമായി.